ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ടേബിൾ മേക്ക് ഓവറിങ് വീഡിയോ ആണ്. ടേബിൾ ഇപ്പം ഇങ്ങനെയെല്ലാം കിടക്കുന്നത് എൻ്റെ ടേബിൾ ടേബിളെല്ലാം കേട്ടോ. അപ്പം ഞാൻ അടിയത്തെ ഭാഗം പിന്നെ വൃത്തിയാക്കാൻ വെച്ചാൽ ആദ്യം മേളത്തെ ഭാഗം ഒന്ന് വൃത്തിയാക്കണം. പിന്നെ സ്റ്റൂളൊന്ന് വൃത്തിയാക്കാൻ വെച്ചിട്ടില്ല. അപ്പം അതിൻ്റെ മേലത്തെ സാധനങ്ങളെല്ലാം ഞാൻ മാറ്റി അപ്പം ഞാൻ സ്റ്റൂൾ അങ്ങ് കൊണ്ട് പൊടി തട്ടി. അപ്പം ഞാൻ എൻ്റെ പൊടിയെല്ലാം തട്ടി കൊണ്ടുവന്ന് കേട്ടോ. സ്റ്റൂൾ എടുക്കാൻ പോയതാണ്. ഇപ്പം പൊടി തട്ടിച്ച് കൊണ്ടുവന്ന് അപ്പം അതിൻ്റെ മേലുള്ള സാധനങ്ങൾ വെക്കണം. ഞാൻ ആദ്യം വിചാരിച്ച് എൻ്റെ ടേബിളിൽ ഇതാക്കാന്ന്. ഞാൻ അവിടെ വെറുതെ ഇരുന്ന് നോക്കിയാൽ കേട്ടോ സ്റ്റൂളിൻ്റെ മേലിരുന്ന് എങ്ങനെ ഉണ്ടാവുന്നു. അപ്പം ഗൈസ്, ഇതിലൂടെ വരാൻ കുറച്ച് പണിയാണ്. ഞാൻ ഫസ്റ്റ് എന്താ എടുക്കുക, ഇതെടുക്കുക. വാച്ചെല്ലാം കെട്ടി വെറുതെ എങ്കിലും കെട്ടിയതാണ് കേട്ടോ. ഇത് ശരിയാക്കാൻ കുറച്ച് പണിയുണ്ട്. ഇതങ്ങനെ ആ ഒരു സംഭവം ഉണ്ടായത് വാച്ച് ഇതാക്കാൻ വേണ്ടിച്ചത്. അപ്പം ഈയൊരു എന്താണ് നേരെ പച്ച കളറിലൊരു ഒരു ഒരു ഓർഗനൈസർ പോലെ ആക്കി വെച്ചാണ്, വാങ്ങിയതാണ്. അപ്പം ഞാൻ അതിലാണ് കുറച്ച് സാധനങ്ങളെല്ലാം വെക്കാറുള്ളത്. അത് എടുക്കണം, കുറച്ച് പണിയാണ്. അതിൻ്റെ മേലെന്തെല്ലാം വെച്ച് അപ്പം ഞാൻ അതെടുത്ത് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കേട്ടോ. ഞാൻ അത് ഇതാക്കാൻ കവായ സ്റ്റിക്കർ വെളുത്തി ഒട്ടിച്ചിട്ട്. പക്ഷെ അങ്ങനെ തോന്നിയില്ല എനിക്ക്. ഞാൻ ഇങ്ങനെ വെച്ചു എന്നിട്ട് പൊടി പോകുന്നില്ല. ഇതെന്താണിത്? അപ്പം ഞാൻ എൻ്റെ കുഞ്ഞൊരു തടിപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞൊരു തടിപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം ഞാൻ അതിങ്ങനെ വെച്ച് പിന്നെ എൻ്റെ മെയിൻ സ്കെച്ചസ് പിന്നെ അത് അവിടെയും വയ്ച്ചു. അവിടെ കണ്ട് കൺഫ്യൂഷനായിപ്പോയി ആദ്യം. ഇത് ഞാനിപ്പം വെക്കുന്ന സാധനങ്ങൾ കേട്ടോ. ഇതിൽ ഞാൻ വാഷ് ടേപ്പിൽ അറിയാണ്ട് വെച്ച് വരുന്നത്, നേരത്തെ ക്ലീൻ ചെയ്യേണ്ടതുകൊണ്ട്. ശരിക്കും ഇതെൻ്റെ സ്റ്റിക്കർ കളർ. ഞാൻ ശരിക്കുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഡബിൾ സൈഡ് അപ്പം ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ നടക്കാൻ കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ അത് അവിടെയൊക്കെ വെച്ച്